ഹലോ, കാന്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? അയ്യമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കാറ്റാടി വ്യൂ പോയിൻ്റ് എന്നാണ് നമുക്കിവിടെ അറിയപ്പെടണത്. അപ്പോൾ എന്താ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു റോഡാണ്, ഇത് കണ്ടോ, ചെറിയ റോഡാണ്. അതേപോലെ തന്നെ നല്ല കാറ്റാണ് ഈ ഏരിയയിൽ. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാനിപ്പോൾ വന്ന സമയത്ത് കാറ്റ് കുറവാണ്. അപ്പോൾ എന്നാലും നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റും കൂടെ ഉണ്ട്. കാറ്റാടി വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഒരു 2-3 മലകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട്, അതായത് ഒരു മലയിൽ നിന്ന് മറ്റൊരു മല, അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. രാവിലെയും വൈകിട്ടൊക്കെ വരാണെങ്കിൽ ഇവിടെ നല്ല കാറ്റുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ കോടമഞ്ഞുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കോടയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ബാക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് ആ കാറ്റാടി ആ വ്യൂ, ഇവിടെ നിന്നുള്ള ആ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ നമ്മുടെ വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. കാറ്റാടി വ്യൂ പോയിന്റ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് അവിടെ ഒരു അറ്റത്തൊരു പള്ളിയൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? അവിടെ ആയിട്ടൊരു പള്ളി, നല്ല അടിപൊളി പള്ളി, നല്ല ഹൈറ്റിൽ കാണുന്നുണ്ട്. പിന്നെ അതേ ഞാൻ പറഞ്ഞ മല ഇതാണ് ഒരു മല. ഇത് 2 സ്റ്റെപ്പായിട്ടൊരു മല. നല്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. നല്ല, അതായത് ഒരു മലയ്ക്ക് നല്ല പച്ചപ്പ്. അവിടെ വെയിൽ കുറവാണ്. തൊട്ടപ്പുറത്ത് മുകളിലുള്ള മലയിലേക്ക് വെയിലടിച്ചിട്ടാണ് ആ ഒരു ഷെയ്ഡ്. നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതേ കണ്ടോ, ആ ഒരു 2-3, അതായത് ആ മലകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു മല, 2 മല, അങ്ങനെ 3 മല. അതേപോലെ തന്നെ ആ മലനിരകൾ അവിടേക്ക് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ഈ സൈഡ് മലയുടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന സൈഡ് പിടിച്ച് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വ്യൂ തന്നെയാണ്. നമുക്കപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്ന് നോക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കൊണ്ട്, അതായത് മഴയായതുകൊണ്ട് ഇങ്ങനെ ഒക്കെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കുള്ള വ്യൂ കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. താഴെയൊക്കെ എന്താ പറയുക, റബ്ബറും തോപ്പൊക്കെയാണ്. എന്നാലും നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് താഴേക്ക്. നല്ല പച്ചപ്പാർന്ന് നിൽക്കുന്ന സ്ഥലം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഇങ്ങനെ താഴേക്ക് നല്ല അടിപൊളി സ്ഥലമുണ്ട്. അവിടെ ആ സൈഡിലൊക്കെ നല്ല കാറ്റ് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ കാറ്റാടി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതുമ്മ കയറി നിന്നിട്ട് വേണം നമുക്ക് കയറാൻ പറ്റുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ പോയിന്റ് ആണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടോ ഒരു ടൈപ്പ് മുള്ളാണ്, അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും. വേണ്ട, ഇവിടെ എന്നാലും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. തെങ്ങുംതോപ്പാണ്, തെങ്ങുംതോപ്പുണ്ട്. പിന്നെ എന്താണ്, പൈനാപ്പിൾ കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാറ്റാടി വ്യൂ പോയിന്റിൻ്റെ ദൃശ്യങ്ങൾ കേട്ടോ. നല്ല അടിപൊളി, നല്ല ഭംഗിയുണ്ട് എന്തായാലും. കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല പച്ചപ്പാർന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഗൈസ്, നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റന്ന് മഴ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. നല്ല മഴയുണ്ടെങ്കിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ മഴയ്ക്കൊന്നും നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിത് കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു നോക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ നല്ല നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഇപ്പോൾ നിലവിൽ വെയിൽ, മഴക്കാറുള്ളതുകൊണ്ട് വെയിലൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഒരു കൂളിങ് നമുക്ക് ഈ സൈഡിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ സൈഡിലൊക്കെ ഇത്തിരി ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് ഇവിടെ ആൾതാമസമൊന്നുമില്ല, ചെറിയ വഴിയാണ്. പിന്നെന്താണ്, ഇവിടെ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് തേക്കൊക്കെയാണ് കേട്ടോ. തേക്ക്, പിന്നെ എന്താണ്, റബ്ബർ, അതൊക്കെയാണ്.
പിന്നെ താഴെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ഒരു വഴി കാണുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണിത്. രാവിലെയൊക്കെ വന്നാൽ നല്ല അടിപൊളി സെറ്റാണ്. കാരണം വെച്ചാൽ കോടയുള്ള സമയത്ത് വരണം. അവിടെയൊക്കെ നല്ല മലനിരകളാണ്. അങ്ങനെ അങ്ങോട്ട് സൈഡ് ചുറ്റും മലയാണെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ മലയുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിങ്ങളിവിടെ കാണിക്കണമെന്ന് തോന്നി. കാറ്റാടി വ്യൂ പോയിന്റ് എന്നാണ് നമ്മൾ ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം കാറ്റാടി വ്യൂ പോയിന്റ് എന്ന് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. അയ്യമ്പുഴ ആണ്, ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താ വെച്ചാൽ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം ലോങ് വീഡിയോ കണ്ടു വരുന്നുള്ളൂ. കാരണം നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് 600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈക്കോ നമുക്ക് തരാം. ഇത് നമ്മുടെ കാണുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വ്യൂസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് കമൻറ്റും ലൈക്കൊന്നും വരുന്നില്ല. അപ്പോൾ കമൻറ്റും ലൈക്കും വന്നാലാണ് നമുക്ക് നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് സജഷൻസ് പോവുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.